ഒരു അമ്മയും മകളും നടത്തിയൊരു വലിയ പോരാട്ടം. എത്രയോ ദിവസങ്ങൾ അവർ അതിനായി ശ്രമിച്ചു. അവസാനം ആ സത്യം കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ വിജയം. ധർമ്മട സ്വദേശി ശൈലജയും മകൾ ഹെൻസിയുമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ പോരാട്ടം നടത്തിയത്. ഒരു കഥ സൊല്ലട്ടുമാ, ഭൂമി തട്ടിയെടുത്ത കഥ, ചതിയുടെ കഥ. 1948 മുതൽ ശ്രീധരന്റെ കുടുംബം നികുതി അടച്ച് കൈവശം വെച്ചിരുന്ന 92 സെന്റ് ഭൂമിയിൽ ഭാഗം കിട്ടിയ 36 സെന്റിലാണ് കയ്യേറ്റം. തുടർന്ന് മക്കളായ ഹെൻസയും ശ്രീജിത്തും നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ആധാരത്തിന്റെ ചുരുളഴിഞ്ഞത്. 2020 മാതൃഭൂമി പറഞ്ഞ ഈ കഥയ്ക്ക് എന്ത് സംഭവിച്ചു? ശൈലജയ്ക്കും മക്കൾക്കും ഭൂമി തിരിച്ചു കിട്ടിയോ? ഇല്ലെന്ന് മാത്രമല്ല, അവർ കൂടുതൽ കുരുക്കിലും പെട്ടു. കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ധർമ്മടത്ത് നടന്ന ഈ കേസ് എങ്ങനെ ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി എന്നല്ലേ അത് അടുത്ത ചർച്ച. ഞാൻ അറിയാണ്ട് എൻ്റെ പേരിലൊരു കേസ് കിടക്കുന്ന ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തതായിട്ട്, അങ്ങനെ ഞാൻ കേസ് കൊടുത്തിട്ടുമില്ല. ഞാൻ കേസ് കൊടുക്കേണ്ട ഉദ്ദേശവും എനിക്കില്ല. ഇത് പിന്നെ ആരും 8 വർഷം കേസ് നടത്തുന്നു, വക്കീലിന് ഫീസ് കൊടുക്കണ്ടേ? ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ പരാതിക്കാരി ശൈലജ. പക്ഷേ 8 വർഷമായി നടക്കുന്ന കേസിനെ കുറിച്ച് അവർ അറിഞ്ഞിട്ടേയില്ല. ശൈലജയുടെ പേരിൽ ഹൈക്കോടതിയിൽ പരാതി നൽകിയത് ആരാണ്? അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? കേസുള്ള കാര്യം ഇപ്പോൾ ശൈലജ എങ്ങനെ അറിഞ്ഞു? കഴിഞ്ഞ ഏപ്രിൽ രാധാകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്തനം ആരാന്നറിയില്ല, അയാൾ ഒരു ലെറ്റർ വരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ പറഞ്ഞ് നിങ്ങളെ 8 വർഷമായിട്ട് കേസ് നടത്തുന്ന കേസ് വിചാരണയ്ക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഉടനെ എത്തണം. ഈ ലെറ്ററിൽ അയാളുടെ നമ്പർ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഉടനടി രാധാകൃഷ്ണനെ വിളിച്ചു. അപ്പോൾ പുള്ളി എപ്പോഴാണ് കേസ്, ആരാണ് കേസ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അതിനൊന്നും കറക്റ്റ് ഉത്തരം തരുന്നില്ല. എപ്പോഴാണ് കേസ്, അത് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എന്നൊക്കെയാണ് പറയണേ. പക്ഷേ ഉടനടി ഞങ്ങളൊരു വക്കീലെ കോൺടാക്ട് ചെയ്ത് വക്കീലിൻ്റെ അന്വേഷണത്തിൽ കേസ് നെക്സ്റ്റ് ഡേ ആണ്. അതൊരു തന്ത്രമായിരുന്നു. ശൈലജയെയും മക്കളെയും പറ്റിച്ച് എക്സ്പാർട്ടി വിധി നേടിയെടുക്കുക എന്ന ഗൂഢതന്ത്രം. കേസിന് ഹാജരായിട്ട് നമ്മളെ സ്ഥലം പോയില്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ അറിയിക്കാണ്ട് അവർ തന്നെ കേസ് നടത്തിയിട്ട് എന്താ പറയണ്ടേ, കേസ് നടത്തിയിട്ട് വയ്യ എക്സ്പാർട്ടി വിധിയായാൽ ഓർക്ക് പറയാം ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അപ്പം ഞങ്ങൾ അറിയരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് ഇത്രയും കാലം മൂടി വെക്കപ്പെട്ടു. ഇതിൻ്റെ തുടക്കത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു സംഘടിതമായിട്ടൊരു ഭൂമാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അന്നും ഭയപ്പെട്ടു പോയേനെ. കേട്ട മാത്രയിൽ തന്നെ ശൈലജയുടെ നിസ്സഹായാവസ്ഥ കോടതിക്ക് ബോധ്യപ്പെട്ടു. സത്യത്തിൽ രാധാകൃഷ്ണന്റെ പേരിൽ വന്ന കത്ത് നീതിയുടെ സന്ദേശമായിരുന്നു. 12 വർഷമായിട്ട് എൻ്റെ എന്താ പറയുക തീ കനലിലോട്ട് നടക്കുകയായിരുന്നു ഞാൻ. പലവിധ ഭീഷണികൾ, നിരുത്സാഹപ്പെടുത്തൽ, ഈശ്വരൻ്റെ കടാക്ഷം എന്നും പറയും. നമ്മൾ സത്യത്തിൻ്റെ ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടുണ്ടാവും. ആ വാതിലിലൂടെയാണ് ഈ രാധാകൃഷ്ണൻ്റെ കത്ത് ഞങ്ങൾക്കെത്തിയത്. ആ ഒരു ലെറ്റർ വന്നതല്ലേ ഉണ്ടല്ലേ അനക്ക് ഈ നീതി കിട്ടുന്ന അവസാനം നമ്മളോട് ജഡ്ജിയോട് പറഞ്ഞു. ജഡ്ജി അവരെ കള്ള കേസ് നീക്കി അന്വേഷണത്തിന് ഉത്തരവായി. ആ അന്വേഷണ പരിധിയിൽ വ്യാജ പരാതിയുണ്ടാക്കി ഹൈക്കോടതിയിലെത്തിച്ച് കേസ് നടത്തിച്ച വക്കീലും ഗുമസ്തന്മാരും അവരെ സഹായിച്ച എല്ലാവരും വരും. ചുരുക്കത്തിൽ ഈ അമ്മയും മകളും നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്: സൂക്ഷിച്ചോ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭൂമിക്ക് വ്യാജരേഖ ചമക്കുന്നുണ്ടാകാം. ആ രേഖ കാണിച്ച് കൈവശപ്പെടുത്തുന്നുണ്ടാകാം. അതിൽ വീട് വെച്ച് താമസിക്കുന്നുണ്ടാകാം. മറിച്ചു വിൽക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ജാഗ്രത മാത്രം പോരാ, അവരെ പേടിക്കുക തന്നെ വേണം. ഫെലിക്സ് പുളിക്കലുണ്ട്. ഫെലിക്സ് കേട്ടപ്പോൾ അവസാനം വിജയേട്ടൻ പറഞ്ഞതാണ്, ഇത് ആർക്കും സംഭവിക്കാവുന്നതാണ് അല്ലേ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ എന്നും പോയി വരാത്ത സ്ഥലങ്ങൾ പോലും ഇതുപോലെ എന്താ പറയുക, സിനിമയെ വെല്ലുന്ന രീതിയിൽ വ്യാജ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കി സ്വന്തമാക്കാൻ ആളുകളിങ്ങനെ ചെന്നായ്ക്കളെ പോലെ ചുറ്റും നടക്കുകയാണ്. ഇതെന്തായാലും ആ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ കത്ത് വന്നത് അയാൾ ആരായിരുന്നു, ആ കത്ത് എന്തായാലും ഭാഗ്യമായി. ഇനി ഇവർക്ക് പേടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ദിവീഷ്, തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, പോലീസുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പക്ഷേ ഇതാണ് സാധാരണക്കാർ അനുഭവിക്കുന്ന ഗതികേട് എന്നതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഇതിൻ്റെ തുടക്കം ഇപ്പോൾ ഇവർക്കൊരു കുറച്ച് സ്ഥലമുണ്ട്, മാറിയാണ് വീടിനോട് ചേർന്നല്ല. അപ്പോൾ അവിടെ ഒരു ദിവസം പോകുമ്പോഴാണ് അവിടെ കുറേ പേര് ജോലി എടുക്കുന്നത് കാണുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങളെന്താ ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ ജോലി എടുക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നതല്ല, ഇത് ഞങ്ങളുടെ പറമ്പാണെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പം ഇവർ പറയുന്നില്ല, ഇത് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ കൈവശം വെച്ച പറമ്പാണ്, ഇതിൽ നിങ്ങൾക്ക് എന്താ അവകാശം ചോദിക്കുമ്പോൾ അവർ രേഖ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവർ ഞെട്ടിപ്പോവാണ്. അതായത് നമ്മുടെ സ്വന്തം ഭൂമി മറ്റുള്ളവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞൊരു രേഖ കാണിക്കുമ്പോൾ ഇവർ ഞെട്ടിപ്പോയി. പിന്നീടാണ് ഇത് വ്യാജരേഖ, അതായത് നമ്മുടെ സ്വന്തം സ്ഥലം അത് മറ്റൊരാൾ വ്യാജരേഖയിൽ, അതും നമുക്കറിയാം അത് ഒരാൾക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വില്ലേജ് ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വ്യാജരേഖ ഉണ്ടാക്കണം. അവർ സ്വാഭാവികമായിട്ട് ഞെട്ടിപ്പോയി. ഇപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ ഭൂമി മറ്റൊരാളുടെ കൈവശമുണ്ടെന്ന് പെട്ടെന്ന് അറിയുകയാണ്, അത് ഒരു രേഖയും കൂടെ അവർ കാണിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഇവരും അങ്ങനെ ഞെട്ടിപ്പോയി. പിന്നീട് ഇതിനുവേണ്ടി ഒരുപാട് പോരാട്ടം ഇവർ നടത്തിയെന്നതാണ്. ആ പോരാട്ടത്തിനിടയിലാണ് വീണ്ടും ഇവരുടെ പേരിൽ ഒരു കേസ് ഹൈക്കോടതി നടക്കുന്നത് ഇവരറിയാതെ 8 വർഷമായി എന്നതാണ്. ദിവിഷ സൂചിപ്പിച്ച പോലെ ഈ രാധാകൃഷ്ണൻ പിള്ള എന്ന് പറഞ്ഞ ആളുടെ ഇപ്പോൾ പക്കൽ നിന്നും ഇങ്ങനൊരു കത്ത് വരുന്നു. അതായത് 4 ദിവസത്തിനുള്ളിൽ ഈ കോടതിയിൽ ഹാജരാകണം അല്ലെങ്കിൽ വിധി പറയുമെന്ന സ്ഥിതിയിൽ ഈ കത്ത് വരുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നതാണ്. സ്വാഭാവികമായിട്ടും ഇവരറിയാതൊരു കേസ് ആ കേസ് നടത്തി അതിൽ തോൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടും, ഇതായത് ഈ സ്ഥലം അവരുടേതാണെന്നുള്ള വിധി ലഭിക്കും. ഇതായിരുന്നു ഇവരുടെ തന്ത്രം. ഏതായാലും ആ രാധാകൃഷ്ണൻ പിള്ള എന്ന് പറഞ്ഞ ആളുടെ നോട്ടീസ് കിട്ടുമ്പോൾ ഇവർ അറിയുന്നു, ഇവർ ഓടി ചെല്ലുന്നു, കോടതിയിൽ ചെല്ലുന്നു. ഹൈക്കോടതിയിൽ ചെല്ലുന്ന പാടെ ഈ പ്രായമുള്ള അമ്മ പറയുന്നുണ്ട്, അതായത് ഇതാണ് അവസ്ഥ. അപ്പം ജഡ്ജിയുടെ മുന്നിൽ നേരിട്ട് ഇക്കാര്യങ്ങൾ ഈ അമ്മ അവതരിപ്പിച്ചപ്പോൾ ആ ജഡ്ജിക്ക് കാര്യം പിടികിട്ടി. ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകുന്നു. അതായത് ഇതിൻ്റെ അടിതൊട്ട് മുടി വരെ കളക്ടറേറ്റിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസർ മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും പിടികൂടാൻ ഹൈക്കോടതി തന്നെയാണ് ഇത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകി. വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്, അതിലെല്ലാവരും കുടുങ്ങുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ദിവിഷ പറഞ്ഞതുപോലെ, വിജയേട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നാളെ നമുക്കും വരാം, ആർക്കും സംഭവിക്കാവുന്ന ഒരു അവസ്ഥ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന് പോയതാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ നമുക്ക് നമ്മുടെ ഭൂമിയിൽ പോലും വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല. ഇത് വേറെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യല്ലേ? അവരറിഞ്ഞത് അവർക്ക് തിരിച്ചു കിട്ടുന്നത്, ഇനി കോടതിയിൽ നിന്ന് അനുകൂല നടപടിയും കൂടെ വന്നാൽ മതി. എന്തായാലും ആശ്വാസമാണ്, പക്ഷേ ഭയവും കൂടിയാണ് ആളുകളിൽ നിറക്കിയത്. എന്തും ആർക്കും സംഭവിക്കാമല്ലോ. ശരി.